നായ്ക്കൾ ഊരിയിട്ട് യാത്ര അയച്ച ഒരു തുടക്കവും സ്ലിങ്ങിൽ കൈയുമായി തിരിച്ചിറങ്ങി വന്നൊരു അവസാനത്തിനും ഇടയിലാണ് ഞങ്ങൾക്ക് രുദ്രനാഥ് ഇത്തവണ നഷ്ടപ്പെട്ടു പോയത്. മൺസൂണും മണ്ണൊലിപ്പും മലയിടിച്ചിലും എല്ലാം കൊണ്ട് ഇത്തവണ ഉത്തരാഖണ്ഡിന് വളരെ മോശമായ ഒരു കാലമായിരുന്നു. ഉത്തരാഖണ്ഡ് ബാക്കി കാണുമെന്ന് വരെ സംശയം തോന്നുന്ന തരത്തിൽ ഉള്ള ഒരവസ്ഥയായിരുന്നു. റോഡ് മുഴുവൻ തകർന്ന് തരിപ്പണമായി ഭീകരമായ ഒരവസ്ഥ. ഈ അവസ്ഥയിലാണ് ഞങ്ങൾ രുദ്രനാഥ് ലക്ഷ്യമാക്കി യാത്ര ചെയ്തത്. പക്ഷേ തുടക്കത്തിൽ അങ്ങേയറ്റം കോൺഫിഡൻസും ഒപ്റ്റിമിസവും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. So we enjoyed the whole trip in spite of all these difficulties on the road. നമ്മുടെ ഈ രുദ്രനാഥിലോട്ടുള്ള യാത്ര മധ്യയാണ് എവിടെയാണ് ചെന്ന രുദ്രപ്രയാഗിൽ സഗർ വില്ലേജ് ഉണ്ട്. അത് ഫുഡ് ഹിൽസ് ആണ്. അവിടെ ഇന്ന് പെട്ടിയൊക്കെ ഇറക്കി വെച്ച് നാളെ റെസ്റ്റാണ്. മറ്റന്നാളാണ് ഞങ്ങൾ സഗർ ഗ്രാമത്തിലെത്തുമ്പോൾ രാത്രി. ദൂരെ ഗോപേശ്വറിലെ വിളക്കുകൾ കാണാം. മലമുകളിൽ ചന്ദ്രക്കുറി തൊട്ട് സഗർ ശാന്തമായി ഉറങ്ങുകയാണ്. സഗർ ഗ്രാമം തിരക്കും ബഹളവുമില്ലാത്ത ഒരു ഒറ്റ നിരത്ത് വില്ലേജാണ്. കൃഷിയാണ് പ്രധാന തൊഴിൽ. താഴ്വരയിലൊക്കെ കൃഷിത്തടങ്ങൾ കാണാം. രുദ്രനാഥ് അല്ലാതെ കൽപേശ്വർ, കേദാർനാഥ്, ചോത്ത തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഉള്ള യാത്ര ഇതുവഴിയാകാം. ഗോപേശ്വറാണ് അടുത്ത ടൗൺ. ആശുപത്രിയും മെഡിക്കൽ സ്റ്റോറുകളും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഗോപേശ്വറിൽ. സഗറിലൊരു സ്കൂളുണ്ട്. താഴ്വരയുടെ താഴെ സകലേശ്വരി ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ഒരുപാട് ഹോം സ്റ്റേകളും ഉണ്ട്. आप लोग ये क्या आपके? हाँ जी अच्छा ठीक है। और सुबह हम आएंगे तो आज तो लेने की जरूरत नहीं। नहीं कल ले लेंगे। कल ठीक है। कितना लेते हैं आप? 50 रुपया और रिटर्न 20 रुपये वापस। ओके हाँ सही है। ठीक है तो कल मिलेंगे सुबह। ठीक है। കൃഷി അല്ലാതെ ഇവരുടെ വരുമാന മാർഗങ്ങളിൽ ഒന്ന് ഈ ഹോം സ്റ്റേകളും യാത്രക്കാരിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഒക്കെയാണ്.
അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയോടെ മല കയറാനായി മണിയടിച്ച് നീങ്ങാൻ തുടങ്ങുമ്പോൾ നായ്ക്കളുടെ ഊരിയിടൽ. നടന്ന് നീങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതാപൻ പുറയിൽ നിന്ന് വിളിച്ചു. ഫോറസ്റ്റുകാരുടെ ജീപ്പിൽ 2 ഓഫീസർമാർ ഞങ്ങളെ തടഞ്ഞു. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഭയങ്കര മഴയും കാറ്റും മഞ്ഞും ഒക്കെ വരുന്നു. ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കയറാൻ പാടില്ല. കയറാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ചുമതലയിൽ എഴുതി ഒപ്പിട്ടിട്ട് പോകണം. പെട്ടോ? പോകാൻ വരട്ടെ. ഒരുപാട് ഡിസ്കസ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. തടഞ്ഞ സ്ഥിതിക്ക് കയറണോ, ധൈര്യം കാണിക്കണോ, അതോ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കണോ? ഒടുവിൽ കയറാൻ തന്നെ തീരുമാനിച്ചു. വഴിയിൽ എന്തെങ്കിലും തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം തിരിച്ചിറങ്ങാം. ഞങ്ങൾ പതുക്കെ കയറാൻ തുടങ്ങി. ഇതൊക്കെയാണെങ്കിലും ആദ്യത്തെ കുറേ സമയം വളരെ സുഗമമായ ഒരു യാത്രയായിരുന്നു. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കയറ്റം. നല്ലൊരു ഗ്രാമത്തിൻ്റെ ഇടുങ്ങിയ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് ഒരു ഓപ്പൺ മെഡോയിൽ കൂടെ നടന്ന് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ക്ലൈംബിങ് അപ്പ് സ്ലോലി. And slowly things started changing. കുറേശ്ശെ മാറി തുടങ്ങി കയറ്റത്തിൻ്റെ ഒരു മട്ടും ഭാവവും. നല്ല കയറ്റമാണെന്ന് പറയുന്നതിലൊരു പുതുമയൊന്നുമില്ല. നല്ല കയറ്റമാണ്, കൊള്ളാം. നല്ല കയറ്റം തന്നെയാണ്. മധുമഹേശ്വരമൊക്കെ കയറിയ പോലെ ആണ് ഇതുവരെ. ഇതൊരു കയറ്റമല്ല എന്നാണ് കൂടെയുള്ള സഹയാത്രികർ പറയുന്നത്. അപ്പോൾ ആ കയറ്റം ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ എന്ന് ആലോചിക്കണം. ആദ്യത്തെ കയറ്റം നല്ല കയറ്റമായിരുന്നു. അതെ അതെ, എവിടെ ആണെങ്കിലും ആദ്യത്തെ കയറ്റം. അതെ, നല്ല നമ്മുടെ ഭാഗത്തിൽ മധ്യപ്രദേശത്തിൽ മധ്യമഹേശ്വരം ആദ്യം ഇറക്കമായി പോയി. അതെ 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 അതെ. അതായത് ബട്ട് വാട്ട് ഈസ് ന്യൂ ഈസ് ഞങ്ങൾക്കൊരു വെതർ അലർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലീസുകാർ തടഞ്ഞു. ഇന്ന് കയറാൻ പാടില്ല, 2 ദിവസത്തേക്ക് ട്രക്കിങ് നിരോധിച്ചു എന്നാണ്
റെയിൻ അലർട്ട് ഗംഭീരമായിട്ടുണ്ട് 2 ദിവസം. അപ്പോൾ പോകാൻ പാടില്ല, പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കും എന്നൊരു വാർണിംഗ്, ഒരു അലർട്ട് ഉണ്ടായിരുന്നു. അതാദ്യമായിട്ടാണ്. മഴ പെയ്ത് ഒരു അലർട്ട് ഇല്ലാതെ മഴ പെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇതാവില്ലായിരുന്നു. പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം, പോകാമോ, പോകാൻ വഴിയോ. പിന്നെ അവർ പറഞ്ഞു അതെ, ഇതെന്നും ഉള്ളതാണ്, പിന്നെ ബാക്കി ഞങ്ങൾ ഇങ്ങനെയൊക്കെ വേണ്ടി അലർട്ട് വരും. രുദ്രനാഥ്, സാക്ഷാൽ രുദ്രനാഥനെ വിട്ടുകൊണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞനുസരിക്കായിക നമ്മുടെ ബ്ലഡിലുള്ളത് കൊണ്ട്. അതെ, പറഞ്ഞാൽ അനുസരിക്കായിക എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ. അല്ല അതല്ല, അതാ പോലീസ് ഓഫീസറൊന്നും നമ്മളോട് പോലീസ് ഓഫീസർ തന്നെ പറഞ്ഞു ഇത്രയൊക്കെ ഉണ്ടെങ്കിലും മഴ പെയ്യണമെന്ന് നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആകാശത്ര എന്നാലും റൗഡിയല്ല, വേണ്ട എന്ന് പറയുമ്പം ഇല്ല ഞങ്ങൾ കയറും എന്നങ്ങോട്ട് പറയാൻ ഉള്ളൊരു സംശയം. അതുകൊണ്ട് ഒരു അരമണിക്കൂർ അവിടെ വൈകി. പിന്നെ നമ്മളെക്കാളും പ്രായമുള്ള ലേഡീസൊക്കെ പോയി തുടങ്ങി. അതെ, പോകാൻ ധൈര്യം കാണിക്കുന്നു. അതെ, ഞങ്ങൾ നമ്മളൊക്കെ പ്രായമുള്ള ഏറ്റവും പുറകിൽ ഞങ്ങളാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ 1 മിനിറ്റ് ഇതിൻ്റെ പേരിൽ നിന്നതിൻ്റെ ഇതിൽ ഞാനും ജയനും കൂടെ വീണ്ടും ചുവട് വയ്ക്കാൻ പോവാണ്. ചില കാപ്പിക്കടകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ഹോൾട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ തറ ഒരുമാതിരി ലെവലായിട്ട്, ചിലയിടത്ത് കുമ്മായം കൊണ്ട് പാകിയ പോലെ തന്നെ ഉണ്ട്. ബാക്കി മുഴുവൻ ലൂസായിട്ട് കിടക്കുന്ന ഉരുളൻ പാറ കഷ്ണങ്ങളാണ്. മഹാ അപകടം പിടിച്ച സംഭവമാണ്. എവിടെ കുത്തിയാൽ എവിടെയാണ് ഇളകുക എന്നറിയില്ല. അത് കുത്തനെയുള്ള കയറ്റവും. നമുക്ക് ആലോചിക്കാൻ സമയമില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറി. അതായത് എനിക്കിപ്പം അറിവ് കിട്ടിയത്, നമ്മൾ പുങ്കയാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. അപ്പോൾ ഭീകരമായ കയറ്റമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ കയറ്റമാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും എളുപ്പമായ കയറ്റം എന്നാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഒരു 10 ഇരട്ടി കയറ്റമാണ് ഇനി മേളിലോട്ട്. അപ്പോൾ അശോകൻ തമ്പാൻ ഇപ്പം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴെവിടെയാണോ അവിടെ കൂടിക്കൊള്ളുക, അല്ലെങ്കിൽ ഒരിടത്തും എത്താൻ പോകുന്നില്ല. അയച്ചേട്ടൻ ഈ ലുത്വി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇന്ന് എത്തൂല. അയച്ചേട്ടനെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ഇവിടെ വന്നൊരു ചായ കുടിച്ചതിൻ്റെ ഒരു ബലത്തിലായി ചിരിക്കുന്നത് തന്നെ. ലക്ഷ്മണൻ ഇന്നലെയോ മറ്റോ അവൻ ഇവിടെ എത്തി. അപ്പോ പറഞ്ഞത് ഏറ്റവും പനാറ് വരെ ടഫാന്ന് പറഞ്ഞത്, ഏറ്റവും ടഫ്. ഇത് ആ ഒരു മണിക്കൂർ യാത്രയേ ഉള്ളായിരുന്നു പറഞ്ഞു. നമ്മൾ 5 മണിക്കൂർ ഇതുവരെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പനാറ് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമാണെന്നാ പറയുന്നത്. അത് സുഖം, സുഖം വ്യത്യാസം. ഈസിയാന്ന് പറഞ്ഞു, മറ്റേ സുഖമാന്ന് പറഞ്ഞു. അതെങ്ങനെയാന്ന് അറിഞ്ഞൂടാ. നമുക്കെങ്ങനെ ബോഡി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങ് സുഖമായിക്കോളും. ഇതെല്ലാം മറ്റുള്ളവർക്കാണ്, നമുക്കല്ല.
ബുഗ്യാൽ മീൻസ് മെഡോ, എ ഗ്രാസ് ലാൻഡ്, പുൽമേട്. പുങ് ബുഗ്യാൽ നല്ലൊരിടത്താവളമാണ്. മലകൾ ചുറ്റുപാടും കാവൽ നിൽക്കുന്നു. താഴെ കാട്, അതിൻ്റെ നടുക്കായിട്ട് നല്ലൊരു പുൽമേടിൻ്റെ ക്ലിയറിങ്. ഇവിടെ ക്യാമ്പ് സൈറ്റുകൾ, ചെറിയ ടെമ്പററി ഷെഡുകൾ, യാത്രക്കാരിവിടെ വിശ്രമിക്കുന്നു, ആഹാരം കഴിക്കുന്നു. സാധാരണഗതിയിൽ രുദ്രനാഥിൽ കയറി തിരിച്ചിറങ്ങി വരുന്നവരാണ് രാത്രിയിൽ വേണ്ടി വന്നാൽ ചിലപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുക. ഞങ്ങൾ മേളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതാണ് വ്യത്യാസം. ഞങ്ങളെ സഹായിച്ച ദീപകിൻ്റെ ഷെഡിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. ഒന്നാന്തരം പശുവും പാല്, എന്ത് ചെയ്താലും ഒരു അസുഖവും വരാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റേറിയൻ ആഹാരം. അതാണ് പുങ് ബുഗ്യാൽ പോലെയുള്ള എല്ലാ മലയോര താവളങ്ങളുടെയും ഒരു പ്രത്യേകത ഞങ്ങൾ ശ്രദ്ധിച്ച്. നേരം ഒരു 3 മണി 4 മണിയാകുന്നു. കാലാവസ്ഥാ പ്രവചനം വളരെ കൃത്യമാകുന്നു. അടച്ചു പിടിച്ച മഴ, മഴയോടെ മഴ, കാറ്റ്, ടെമ്പറേച്ചർ തലയും കുത്തി താഴേക്ക് വീഴുകയാണ്. എന്തൊരു തണുപ്പ്! ഞങ്ങൾ കുടിലിനകത്ത് ഒതുങ്ങിക്കൂടി. ഞങ്ങൾ ഇന്ന് രാവിലെയും പുങ് ബുഗ്യാൽ തന്നെയാണ് ആദ്യത്തെ ഹോൾട്ടാണ്. ഒരുപക്ഷെ വളരെ അപൂർവം ചിലർ മാത്രം കാണിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഇന്നലെ കാണിച്ചത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. എനിക്ക് കയറാനുള്ള നല്ല പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് നടന്നിരുന്നെങ്കിൽ മഹാ അപകടത്തിലായിപ്പോയനെ. അതുകൊണ്ട് ശിവഭഗവാൻ ശരിക്കും അനുഗ്രഹിച്ചാണെന്ന് തോന്നുന്നു എന്നെക്കൊണ്ട് ക്ഷീണം വരുത്തിയത്. കാരണം അത് രണ്ടാമതൊരു ആലോചനയായി. 2 മണിക്കൂർ കൊണ്ട് കയറി വരേണ്ടതും ഞാൻ 5 മണിക്കൂർ കൊണ്ടാണ് കയറി. എൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു പ്രതാപനമൊക്കെ. അപ്പോൾ 6:30 അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഏതാണ്ട് 6:30 അല്ല 7 മണിക്ക് താഴെ നിന്ന് സാഗറിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ 12 മണി കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ. ആ നിലയിൽ ഒരിടത്തും എത്താത്ത ഒരു സ്ഥലത്തായിപ്പോയിന്. ഈ കയറ്റത്തിൻ്റെ ഒരു 10 ഇരട്ടി വലിയ കയറ്റമാണ് ഇനി വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ കൂടാനായിട്ട് തീരുമാനിച്ചത്. ഈ പുറയിൽ കാണുന്ന ആ സൗകര്യം വളരെ കുറഞ്ഞ വലിയ സൗകര്യത്തിലാണ് ഇന്നലെ ഞങ്ങളവിടെ കിടന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. ഭയങ്കര മഴ. മേളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവരോട് അവിടുത്തെ ഭീകരമായ അവസ്ഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പേമാരി, കാറ്റ്, മഞ്ഞ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ പോക്കും കുഴപ്പമായിരിക്കും. ഇന്ന് രാവിലെ അവിടെ നിന്നൊരു വീഡിയോ കിട്ടി. മഞ്ഞ് ഗംഭീരമായിട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. ഇന്നത് കൂടും. ഇപ്പോഴും നല്ല മഴക്കാറ്. ഞങ്ങൾ രുദ്രനാഥ യാത്ര ഇവിടെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചിറങ്ങാനാണ് ഈ പറയുന്ന സമയത്തെ ഞങ്ങളുടെ ഒരു തീരുമാനം. 4 കേദാരങ്ങൾ കയറി ഇത് കയറാനുള്ള സമയം ചിലർക്കായിട്ടില്ല. എനിക്ക് നടക്കുകയല്ല, മനസ്സിലായി. ഞാൻ സ്വയം അതിന് എൻ്റെ അസ്വസ്ഥതകൾക്ക് ഞാൻ കീഴടങ്ങുകയാണ്. അതെ. പിന്നെ ലക്ഷ്മണനും ജയനും ഒന്നുകൂടെ മേളിലേക്ക് പോയാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ തിങ്സ് സ്റ്റാൻഡ് ക്യാൻസൽ. രാത്രിയിൽ മഴയത്ത് തെന്നിയടിച്ച് വീണെൻ്റെ കൈ സ്ലിങ്ങിലായി പോയ കഥ ഞാൻ അറിയാതെ പറയാതെ പോയതാണ് കേട്ടോ. ഭീകരമായ വേദനയും കൊണ്ടാണ് കൈ സ്ലിങ്ങിലിട്ട് താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്.
അപ്പോഴതാണ് രുദ്രനാഥൻ പഠിപ്പിച്ച പാഠം. ശരീരം തരുന്ന മെസ്സേജുകൾ സ്വീകരിക്കണം. എല്ലാ തീരുമാനങ്ങളും നടന്നു പോകണം എന്നൊന്നും നിർബന്ധമില്ല. പഞ്ചകേദാരങ്ങളിലെ ഏറ്റവും കഠിനമായ രുദ്രനാഥ് കയറാൻ സമയമായിട്ടില്ല. അതാണ് രുദ്രനാഥ് ഞങ്ങളോട് പറഞ്ഞത്. മഹാപ്രസ്ഥാന വഴിയിലെ വസുധാരയായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ 2ാം ഘട്ടം. ബദ്രീനാഥിലേക്ക് തിരിക്കുമ്പോൾ തലേന്ന് കണ്ട മാനമേ അല്ല. ഗ്ലോറിയസ് സൺഷൈൻ, മനോഹരമായ വെട്ടിത്തിളങ്ങുന്ന വെള്ളിച്ചിലങ്കയണിഞ്ഞ പകൽ ബദ്രീനാഥിൽ. ബദരീനാഥൻ്റെ സന്ധ്യാ ആരതിയുടെ തിക്കും തിരക്കും ബഹളവും മേലെ. താഴെ അളകനന്ദ പാതി ഇരുട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അളകനന്ദയുടെ കരയിൽ ചുടുനീരുറവകളിൽ നിന്ന് നീരാവി ഇരുട്ടിലേക്ക് ഉയർന്നു മറയുന്നു. ഗഡ്വാൾ ഹിമാലയത്തിലെ ഓരോ മുക്കും മൂലയും മഹാഭാരത കഥകളുമായി ഇടചേർന്ന് കിടക്കുകയാണ്. ആ സ്ഥലങ്ങളെ ഏറ്റവും മനോഹരമാക്കുന്നതും ഈ കഥകളുടെ പശ്ചാത്തലമാണ്. അല്ലാതെ കുറേ മഞ്ഞും മലയും മാത്രമല്ല. ഈ കഥകളുമായി ചേർന്ന് നമ്മൾ ആ സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ആ അനുഭവം വളരെ വ്യത്യസ്തമാകുന്നത്. ആ യാത്രകളിലെ ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് മഹാപ്രസ്ഥാന യാത്രയുമായി ബന്ധപ്പെട്ട് സ്വർഗാരോഹിണി ഗ്ലേസിയറിലേക്കുള്ള ആ വഴിയാണ്. മാനാ ഗ്രാമം മുതൽ സതോപന്ത് തടാകം വരെ നീളുന്ന ആ ട്രെക്കിൽ ആദ്യം നമ്മൾ കടന്നു പോകുന്നത് ഭീംകുണ്ട് എന്ന സ്ഥലമാണ്. സഹോദരന്മാർക്കും ദ്രൗപദിക്കും നടന്നു പോകാനായി ഭീമൻ പിടിച്ചിട്ട പാറ കൊണ്ടുള്ള ഒരു പാലവും അതിന് താഴത്തെ പ്രവാഹവുമാണ് ഭീമകുണ്ട്. ഈ പ്രവാഹം സരസ്വതി നദിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇവിടെ അപ്രത്യക്ഷമാകുന്ന ആ നദി പിന്നീട് കാണുന്നത്
പ്രയാഗിലാണ്. സരസ്വതി അദൃശ്യമായി ഒഴുകുന്ന പ്രയാഗിൽ. മഞ്ഞണിഞ്ഞ മലകളിൽ തട്ടിത്തിളങ്ങുന്ന പകൽ താഴെ അളകനന്ദ ഒരു ഭാഗത്തുകൂടെ ഒതുങ്ങി ഒഴുകുന്നു. യാത്രക്കാരന് മതിഭ്രമം വന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കണ്ണു തിരുമ്മിയാൽ വിശ്വസിക്കാത്ത മനോഹരമായ മഞ്ഞിൻ്റെ താഴ്വര. കൈലാസത്തിലൊക്കെ പോയ പ്രതീതി. കാരണം പല മലകൾക്കും മഞ്ഞുമൂടി കിടക്കുന്ന മലകൾക്ക് ഒരു കൈലാസത്തിന്റെയൊക്കെ ഷേപ്പുണ്ട്. ഇതിനെങ്ങനെ മഞ്ഞാൽ സത്യം പറഞ്ഞാലേ ഇതൊരു നമ്മുടെ ആ രുദ്രനാഥിലെ യാത്ര വിഘ്നം വന്നില്ലേ, അതിന് 100% ഇരട്ടി കോമ്പൻസേറ്റ് ഭഗവാൻ തന്നെ പറഞ്ഞായിരിക്കും ആയിരിക്കും. നിങ്ങൾ ഇനി പോയി കണ്ടിട്ട് പോകാം. അടുത്ത വർഷം സൂര്യനില്ലാത്തൊരു കാലത്ത് അടുത്ത വർഷം വന്നാൽ മതി. സൂര്യനില്ലാതിരുന്ന അവസ്ഥയാണ്. സൂര്യനില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ രുദ്രനാഥിൽ പോയത്. പക്ഷെ ഇപ്പോ സൂര്യൻ, ഇത്രയും തെളിഞ്ഞ സൂര്യൻ, ഇത്രയും നീലാകാശം, ആ നീലാകാശം താഴെ കൊണ്ട് ശിവാൻ ആ പർവ്വതത്തിലോട്ട് പ്രസരിക്കും. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന വ്യൂസ് ആണ്. ഓരോ നിമിഷവും കാഴ്ച കേട്ടോ, ഇത്ര മനോഹരമായ ജീവിതം. സത്യം പറഞ്ഞാൽ സാഫല്യം. ദേവഭൂമി എന്ന് പറയുന്നു. നമ്മൾ കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് വലുത് ശരിക്കും ദേവഭൂമിയാണ്. ദേവഭൂമി ഇങ്ങനെ ഒരുക്കും. ഞങ്ങള് വസുധര ഫാൾസിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മുടെ ഉള്ളൂർ പറഞ്ഞോലെ ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇതൊക്കെ നടക്കാണ്. നിന്ന് കഴിഞ്ഞാൽ late ആവും. പരമോത്സവ ധാത്രി ഇതൊക്കെ പറഞ്ഞോണ്ടേ അപ്പോൾ ഭയങ്കര ഈ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ട് ആസ്വദിക്കും. പ്രകൃതി ലസിപ്പൂ എന്നൊക്കെ പറഞ്ഞോണ്ടേ അപ്പം നമുക്ക് നടപ്പ് തുടരാം. നടപ്പ്. മനോഹരമായ യാത്ര. നമുക്കിനി പതുക്കെ യാത്ര തുടങ്ങാം. നമുക്ക് ഈ യാത്ര ഈ ഭഗവാന് സമർപ്പിക്കാം അല്ലേ? ഈ യാത്രയുടെ എല്ലാം. അതെ അതെ അതെ. ഓം നമഃ ശിവായ. ഓം ബദ്രി വിശാൽ. ഇവിടം വരെ എത്തിയത് മുതലായി. അതിവിശാലമായ മഞ്ഞുമലകളുടെ കോട്ടയുടെ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഒഴുകുന്ന വസുധാര എന്ന വെള്ളച്ചാട്ടം. ദ്രൗപദി വീണു മരിച്ച സ്ഥലമാണിത് എന്ന് പറയപ്പെടുന്നു. ഒരു സാധാരണ വെള്ളച്ചാട്ടം എന്ന് കാണുന്നതിനേക്കാളൊക്കെ എത്രയോ പ്രൊഫൗണ്ടാണെന്നറിയാമോ ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം കാണുമ്പോൾ.